ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US പിടിച്ചെടുത്ത വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരും. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 100ഓളം മരണമുണ്ടായെന്ന് വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചു. ഇതിനിടെ വെനസ്വേലൻ എണ്ണ വിൽപ്പന അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 3 ഇന്ത്യക്കാരുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യ ശക്തമായ ഭാഷയിൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നു തങ്ങളുടെ ജീവനക്കാരെ വിട്ടയക്കണമെന്നുള്ള കാര്യത്തിൽ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അമേരിക്കയുടെ അധിനിവേശം അത് വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കും കടക്കുകയാണ്. രജിത്ത്, തീർച്ചയായും സമുദ്രതലത്തിലും കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു ഈ നടപടി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ അമേരിക്കയോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തങ്ങളുടെ ജീവനക്കാരെ വിട്ട് അയക്കണമെന്നുള്ളതാണ്. അതായത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 28 പേരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ഈ ജീവനക്കാരിൽ 28 പേരിൽ 17 പേർ യുക്രൈൻ പൗരന്മാരും 6 പേർ ജോർജിയക്കാരും 2 റഷ്യൻ പൗരന്മാരും 3 ഇന്ത്യക്കാരുമാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിൻ്റെ ഈ വിഷയത്തിൽ 2 ആഴ്ചയോളം നീണ്ട പരിശോധനയ്ക്കും ഒപ്പം തന്നെ ഈ കപ്പലിനെ പിന്തുടർന്നതിന് ശേഷമാണ് അമേരിക്ക ഈ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ബെല്ലാവൺ എന്ന പിന്നീട് മാരിനേര എന്ന പേര് മാറ്റിയ ഈ കപ്പൽ ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ വെനസ്വേലയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ എണ്ണ US-നല്ലാതെ മറ്റാർക്കും വിൽക്കാൻ ശ്രമം നടത്തരുത്, അത് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു നീക്കം വെനസ്വേലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം, കർശനമായ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ലംഘനം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നടപടി US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ഇതിനു പുറമെ മറ്റൊരു കപ്പൽ കൂടി കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ കപ്പലിന് മുകളിലൂടെ US യുദ്ധവിമാനങ്ങൾ പറക്കുന്നതിൻ്റെ, ഹെലികോപ്റ്ററുകൾ പറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. റഷ്യൻ TV ആണ് ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കരീബിയൻ കടലിലും വെനസ്വേലൻ എണ്ണയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ആണ് മറ്റൊരു കപ്പൽ കൂടി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക്, അതായത് കരീബിയൻ കടലിലും അതായത് സമുദ്രതലത്തിലടക്കം വലിയ സംഘർഷങ്ങൾ ഈ ഒരു വിഷയത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഈ ഒരു വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയുമായി US എണ്ണ കമ്പനിയായ ഷെവറോണിൻ്റെ 3 കപ്പലുകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനി 11 ടാങ്കറുകളാണ് US-ലേക്ക് ഇത്തരത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. എണ്ണ US-നല്ലാതെ മറ്റൊരാൾക്കും വിൽക്കാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമുണ്ട്. ഈ കപ്പലിന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി US മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 കപ്പൽ, ബെല്ലാവൺ എന്ന മാരിനേര എന്ന് പിന്നീട് പുതുക്കിയ ഈ കപ്പലും മറ്റൊരു കരീബിയൻ കടലിൽ പിടിച്ചെടുത്ത മറ്റൊരു കപ്പലിനും ഉണ്ടായ ആ ഒരു രീതി മുന്നിൽ കണ്ടുകൊണ്ട് ഈ US-ലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഈ ഷെവറോൺ കമ്പനിയുടെ ഈ എണ്ണക്കപ്പലുകൾ അത് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ഹെലികോപ്റ്ററുകളുടെ വിന്യാസം, കൂടുതൽ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം ഒക്കെ വ്യോമതലത്തിൽ US ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ റഷ്യ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കണം, അതായത് തങ്ങളുടെ പൗരന്മാരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സമാന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്ത് നടപടിയായിരിക്കും ഈ വിഷയത്തിൽ US സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.